ഡേക്ക് മുൻപ് രേണുസുതി എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടായിരുന്നു. അവള് ക്ലീവേജ് കാണിച്ചു, അവള് കുട്ടിനിക്കർ ഇട്ടു, അവള് ബനിയൻ ഇട്ടു, അവള് ട്രാൻസ്പെറന്റ് ഡ്രസ് ഇട്ടു എന്ന് പറഞ്ഞ് അവളെ വലിച്ചു കീറാത്ത ഏത് യൂട്യൂബർമാരുണ്ടായിരുന്നു? എന്റെ പൊന്നു ശാരികെ, രേണുസുതി വിദേശത്ത് ഇന്റർനാഷണൽ ഫാഷൻ അക്കാദമിയിലൊക്കെ പോയി മോഡലിംഗ് പഠിച്ചോ? മോഡലിംഗ് പഠിക്കാൻ വിദേശത്തൊന്നും പോകാതെ ഇങ്ങനത്തെ അല്പവസ്ത്രമൊന്നും ധരിക്കാൻ പാടില്ലെന്ന് അറിയത്തില്ലേ? ഇവിടെ ഇന്ന് കേരളത്തിൽ ഇങ്ങനെയാണ്. മോഡലിംഗ് പഠിച്ചവർക്ക് മാത്രമേ അല്പവസ്ത്ര മോഡേൺ ആകാൻ പറ്റൂ എന്നത് മലയാളത്തിലെ ഷെഫിന താത്ത ഒഴികെയുള്ള സോക്കോൾഡ് യൂട്യൂബേഴ്സ് എഴുതി ഉണ്ടാക്കിയ അലിഖിത നിയമമാണ്. കല്ലേ പിളർക്കുന്ന രാജശാസന. ദയാസുജിത്തിനെ തൊട്ടപ്പോ എല്ലാവർക്കും പുള്ളി. വളരെ നല്ല കാര്യം. ഇപ്പുറത്ത് രേണുസുതിയും അപ്പുറത്ത് ദയാസുജിത്തും. അതിന്റെ കാരണം ഞാൻ വേദനയോട് തിരിച്ചറിഞ്ഞ വേറൊന്നുമല്ല, ദയാസുജിത്ത് ഒരു സെലിബ്രിറ്റിയുടെ മകളാണ്. മഞ്ജുപിള്ള എല്ലാവർക്കും ഇഷ്ടമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെയും ശാരിക കാര്യം അറിയാതെ സംസാരിക്കുന്നത്. ഞാൻ ചോദിച്ചോട്ടെ, രേണുസുതിയുടെ ഫാദർ പണിക്ക് പോയി ജീവിച്ച സമയം കൊണ്ട് പൂനെയിലെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോയി പഠിച്ചിട്ട് നല്ലൊരു സിനിമാറ്റോഗ്രാഫറായിട്ട് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ നിറഞ്ഞു നിൽക്കാത്തത് എന്തേ? രേണുസുതിയുടെ മദർ എന്തേ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ട് TV ചാനലിലെ ഗസ്റ്റ് ആയിട്ടും ജഡ്ജായിട്ടും ഒക്കെ വന്നിരിക്കാത്തത്? അതൊന്നും ചെയ്യാതെ ഇപ്പം പറയുന്ന നെപ്പോ കിഡിന്റെ അല്ലെങ്കിൽ സെലിബ്രിറ്റി കിഡിന്റെ ഒക്കെ പ്രയോറിറ്റിയും പാമ്പറിങ്ങും പ്രിവിലേജും ഒക്കെ വേണമെന്ന് ഇങ്ങനെ പറയുന്നതിന്റെ ലോജിക്ക് എന്താണ് ശാരിക? ഡേക്ക് മുൻപ് രേണുസുതി എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടായിരുന്നു. അവള് ട്രാൻസ്പെറന്റ് ഡ്രസ് ഇട്ടു എന്ന് പറഞ്ഞ് അവളെ വലിച്ചു കീറാത്ത ഏത് യൂട്യൂബർമാരുണ്ടായിരുന്നു? അവളെ ക്രൂശിച്ചവേ നിങ്ങൾക്ക് മാപ്പില്ല, നിങ്ങൾക്ക് ഒരിക്കലും കാലം മാപ്പില്ല. കുറച്ചുനാൾ മുൻപ് സിനിമാ നടി അൻസിബ മദ്യം കുടിക്കുന്നു എന്ന് ലക്ഷ്മിപ്രിയ പറഞ്ഞപ്പോൾ അത് അൻസിബയുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്, അവകാശമാണ്, അൻസിബ കുടിക്കുന്നത് ദീർഘജലമാണ് എന്നൊക്കെ പറഞ്ഞ് വിലയിരുത്തിയ സോക്കോൾഡ് യൂട്യൂബേഴ്സ് ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ പണ്ട് രേണുസുതി മാജിക് മൊമെന്റ് കുടിക്കുമെന്ന് പറഞ്ഞപ്പോൾ രേണുസുതി സമൂഹത്തിന് ബാഡ് മെസ്സേജ് കൊടുക്കുന്ന പരമദുഷ്ടയായ മദ്യപാനിയാണ്. ഇതാണ് ഇവിടത്തെ ഡബിൾ സ്റ്റാൻഡ്. ഈ ഡബിൾ സ്റ്റാൻഡ് ഇവിടത്തെ സോക്കോൾഡ് യൂട്യൂബേഴ്സിന്റെ മൗലിക അവകാശമാണ്. അതിനെ ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ല. പ്രിയപ്പെട്ട ശാരികയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു വാൽക്കഷ്ണം കൂടെ പറഞ്ഞോട്ടെ. സ്ത്രീ പുരുഷന്മാരുടെ മോശമായ വസ്ത്രധാരണം പോലെ തന്നെ വിമർശിക്കപ്പെടേണ്ടതാണ് വളരെ മോശമായ സംസാരം വിത്ത് അഗ്ലി ആൻഡ് അബ്യൂസിംഗ് ബ്ലൂയിഷ് വേർഡ്സ്. എന്നെയോ എന്റെ മക്കളെയോ വല്ലോ ഇങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ സത്യമായും ആ പ്രിയപ്പെട്ട സഹോദരിയുടെ വായ്ക്കുള്ളിൽ ഒരു പല്ലും കാണത്തില്ലായിരുന്നു.